ഇവിടെ ഒരു മിമിക്രി അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ചില സിനിമാ താരങ്ങളുടെ ശബ്ദവും ഭാവമാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പിറവക്കാരനായ ലാലു അലക്സിനെയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കമ്മീഷണർ എന്ന സിനിമയിലെ ഒരു ഡയലോഗുമായിട്ടാണ്, കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപി പറയുന്ന ഡയലോഗ് ലാലു അലക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. ആദ്യമായിട്ട് ലാലു അലക്സ്. പേഴ്സിനിട്ട് പറഞ്ഞ സൂസി മോഹത്തോളം സിന്ധു ചിഷ്ടവും അമ്മയത്തവും കൂട്ടിക്കുടിച്ച് 4 പേരും ഇഷ്ടമുണ്ട്. ആശ്രത്തിൽ പറഞ്ഞിട്ട് വെച്ച ഇവനെ പോലുള്ളവർക്ക് ആ പേര് ചെയ്തു. എനിക്ക് ഒട്ടും ചെയ്തില്ല. അന്നാ പിന്നെ വരട്ടെ. അടുത്തായിട്ട് ഈ ഡയലോഗുമായിട്ട് വരുന്നത് നമ്മുടെ പ്രസിദ്ധ സിനിമാ താരം മാള അരവിന്ദനാണ്. അടുത്തിട്ട് മാള അരവിന്ദൻ. ഉച്ചിഷ്ടവും അഭിതവും കൂട്ടിക്കളിച്ച് 4 തരം പുസ്തകമുണ്ട്. അസ്ത്രത്തിന് വാങ്ങിട്ട് വെച്ച് നിന്നെയും ഇവനെയും പോലുള്ളവർക്ക് ആ പേര് എനിക്ക് ഒട്ടും ചെയ്തില്ല. അപ്പൊ ഇതുകൊണ്ട് അടുത്തിട്ട് നമ്മുടെ പഴയകാല താരമാണല്ലോ ശങ്കരാടി. അദ്ദേഹം ഒരു ഡയലോഗുമായിട്ട്, കമ്മീഷണർ ഡയലോഗ് അല്ല, സദാ ഒരു സിനിമയിലെ ഡയലോഗുമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും മാമന്. അവിടുത്തെ നല്ല ഉഗ്രം പശുക്കളല്ലേ, കടകടകടമാരായ പശുക്കള്. ഇച്ചിരി എണ്ണുള്ളവർക്ക് ഒക്കെ കൂട്ടിക്കുറച്ചാൽ കൊടുത്താൽ ഉണ്ടല്ലോ ചെറുന്ന് പറഞ്ഞില്ല പാല്. അപ്പൊ ഞാൻ പറട്ടെ. നിങ്ങളുടെ ഈ കയ്യടിയാണ് എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ കൈയടിച്ചേ. താങ്ക് യു. അടുത്തത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ അവാർഡ് നേടിയ താരമാണ് ഇന്ദ്രൻസ്. അദ്ദേഹത്തെ ഞാൻ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രൻസ്. മുതലാളി, ഓഹോ, തോമാച്ചായിട്ട് ഇടിയൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. എന്താ ഒരു വെള്ളിടി, ഒരട്ടെ. അടുത്തത് നമ്മുടെ കരുത്തുറ്റ ഒരു താരമാണ് NF വർഗീസ്. അദ്ദേഹത്തിന്റെ സൗണ്ട് ഞാൻ അനുകരിക്കുകയാണ്. NF വർഗീസ്. എന്ത് ചൂടാ, നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അയാൾക്ക് ഈ ഗതി വരും. അന്ന് ഈ മണപ്പുറത്ത് പിന്നീട് നീ വരും. എങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും എനിക്ക് തന്നെ ലാഭം. വരട്ടടാ, എന്ത് ചൂടാ. ഹലോ 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 ഹലോ. അടുത്തത് നമ്മുടെ അനുസരണനായ പഴയ ഒരു താരമാണ് സത്യൻ. അദ്ദേഹം ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. അമ്മേ, വിവാഹം കഴിഞ്ഞ 8 വർഷം മുമ്പ് ഞാൻ അമേരിക്കക്കും മറ്റും പോയതാണ്. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 102 കുട്ടികൾ. ശാരദ തെറ്റുകാരിയാണോ അമ്മ? അടുത്തത് നമ്മുടെ തെങ്കാശിപട്ടണത്തിലൂടെ വിജയം നേടിയ നമ്മുടെ താരം ലാലിനെ അവതരിപ്പിക്കുകയാണ്. ലാല്. പറഞ്ഞില്ലേ കോളേജ് പോകുന്നതാണ്. കോളേജിൽ പോകുന്ന, പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സ്കൂളിൽ പഠിക്കാത്തവരൊന്നും കോളേജ് തീർക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോരാടുന്നത്. അവരവരുടെ അടുത്തിട്ട് നമ്മുടെ തിരുനാളിൻ്റെ ആശംസകളുമായിട്ട് നമ്മുടെ മിമിക്രി കലയിൽ നിന്നും കയറി സിനിമാ രംഗത്ത് വെട്ടിത്തിളങ്ങുന്ന ജാഫർ ഇരിക്കുകയാണ്.
ജാഫർ ഇടുക്കി. എൻ്റെ ദൈവമേ, എന്നാ പരിപാടിയാണ് ഇത്? അവിടെ ഭക്ഷണം ഒരു കഴിഞ്ഞിട്ട് എല്ലാവരും കയറി പോയിട്ടോ. പിന്നെ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്. ഇതിന് ഏറ്റവും നല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ വികാരി അച്ഛനൊക്കെ കേട്ടോ. അച്ഛനില്ലെങ്കിൽ അച്ഛനും കൊച്ചച്ഛനൊക്കെ നല്ലൊരു നല്ലൊരു നന്ദി പറയണം. കാരണം ഒരുപാട് കലാകാരന്മാരൊക്കെ ഇതുപോലെ വേദിയിൽ വരുത്താൻ വേണ്ടി അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ഒരു കൈയടി കൊടുത്തേ. അടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അടുത്തത് നമ്മുടെ മോഹൻലാൽ. അതിമോഹമാണ് ദിനേശ, അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തും കാലം വരെ നിനക്കായുസുണ്ടാകുമെന്ന വ്യാമോഹം. അത് തെറ്റാന്ന് തോന്നുമ്പോൾ നീ വാ, എൻ്റെ അച്ഛൻ്റെ കാലിലെ 1 2 നഖം വെട്ടിത്തരാം. അതുകൊണ്ട് ചന്ദന മുട്ടിയിൽ കൊണ്ട് കത്തിച്ച് ആശ തീർക്കട. പോമോളെ ദിനേശ. പ്രിയപ്പെട്ടവരെ, സിനിമാ താരങ്ങളുടെ ശബ്ദവും എല്ലാം കേട്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ ശബ്ദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം. കാവുംപുറത്ത് കൊച്ചേട്ടൻ അറിയാവുന്ന ആൾക്കാരുണ്ടോ? ഒന്ന് കൈയടിച്ചേ. കാവുംപുറം കൊച്ചേ. ഓക്കെ. അപ്പോ കാവുംപുറം കൊച്ച് മേടിച്ച് ഒരു വീട് വരെ ഒന്നും കൊണ്ടുവന്നു. ഇത്രയും നേരം എന്നോട് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രോഗ്രാം ഇവിടെ അവസാനിക്കട്ടെ. താങ്ക് യു.